ഹലോ, ഇന്ന് നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറിന് പകരം നിൽക്കുന്ന ഒരടിപൊളി കയപ്പും മധുരവും പുളിപ്പും എരിവും എല്ലാം കൂടെ ചേർന്ന ഒരടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ അച്ചാറിനെ മാറ്റി നിർത്തിക്കോളൂ, ഇത് കുറച്ച് ദിവസം കഴിച്ചു നോക്കൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാവയ്ക്ക നന്നായിട്ട് കുനുകുനായിരിഞ്ഞിടുക. നമ്മളെ ഈ നാട്ടിലൊക്കെ കൈപ്പക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കയ്പൊക്കെ എല്ലാം ഞാൻ കുനുകുനാ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന. കയ്പൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്തു നോക്കൂ, അടിപൊളിയായിട്ട് അവർ കഴിച്ചോളും. ഒന്നും ഒരു വിഷമം പറയാതെ നല്ല മധുരമൊക്കെ ചേർന്നിട്ടുള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിൽ മൊത്തമായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്നത് 2 പച്ചമുളക്, 2 കറിവേപ്പില, പിന്നെ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. പിന്നെ അതിന് വേണ്ടി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഉപ്പ് ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. ഉപ്പ് ഞാൻ കുറച്ചധികം എടുത്തതെന്ന് വെച്ചാൽ കയ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്പക്കൊക്കെ നല്ല കയ്പല്ലേ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. പിന്നെ ഒത്തിരി നേരം വഴറ്റൊന്നും വേണ്ട. ഇനി നമുക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്പൊക്കെ വാടിയാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കയ്പൊക്കെ നന്നായിട്ട് വെന്തൊടയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം എനിക്കൊന്ന് ഇങ്ങനെ കയ്പൊക്കെ കടിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒന്നാമത് കുനുകുന അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടോളും. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അച്ചാർ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അപ്പോൾ അവർ നന്നായിട്ട് കഴിക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഞാനൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വെള്ളം ഒരുവിധം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നോക്കുകയാണ്, കയ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട് എത്രമാത്രം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രമാത്രം ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതുണ്ടാക്കിയതിന് ശേഷം വീട്ടിലെല്ലാവരും ചോദിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഒട്ടും കയ്പില്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മൾ പൊതിർത്ത് വെച്ച ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ആ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്പായി, പുളിപ്പായി, എരിവായി. ഇനി നമുക്ക് ലാസ്റ്റ് മധുരവും കൂടെ ചേർക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. കയ്പക്ക ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് തോരൻ ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവരല്ലേ, ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചമുളകും ഇട്ട് കൊടുത്താണ്, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ 2 സ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മധുരത്തിൻ്റെ അളവിന് വേണ്ടിയിട്ട് ഞാൻ 2 ആണി വെല്ലമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് നല്ലൊരു മധുരവും എരിവും കയ്പും പുളിപ്പും എല്ലാം കൂടെയുള്ള ഈ ഒരു കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അച്ചാറൊക്കെ മാറി നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ കറിനാരങ്ങയൊക്കെ ഉണ്ടാക്കാറില്ലേ, കറിനാരങ്ങ സദ്യക്കൊക്കെ കറിനാരങ്ങ. അപ്പോൾ അതിൻ്റെ അതേ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ചായിട്ടുള്ളൂ, എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അതിൽ താളിപ്പിന് വേണ്ടിയിട്ട്
ഞാനൊരു കരണ്ടിയിൽ കടുക് താളിച്ചു കൊടുക്കുകയാണ്. കടുകും കറിവേപ്പിലയും താളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നല്ലൊരു അച്ചാറിൻ്റെ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ ആർക്കും തോന്നില്ല ഇതൊരു അച്ചാറല്ല കറിയാണെന്ന് ആർക്കും തോന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറൈറ്റി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കറി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.